RSS മുഖപത്രമായ ഓർഗനൈസറിൽ എമ്പുരാൻ സിനിമയ്ക്കും നടനും സംവിധായകനുമായ പൃഥ്വിരാജിനുമെതിരെ വീണ്ടും കടുത്ത വിമർശനം. സനാതനധർമ്മത്തിനും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കുമെതിരെ പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടുകൾ എടുത്തുപറഞ്ഞുള്ള ലേഖനത്തിലാണ് വിമർശനം. പൃഥ്വിരാജിന്റെ വിവിധ സമൂഹമാധ്യമ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചിട്ടുണ്ട്. വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാലിന്റെ നടപടിയെ അംഗീകരിക്കുന്നുമുണ്ട്. ആധുനികവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുരോഗമന നടപടികളെ എതിർക്കാൻ ശ്രമിച്ച സേവ് ലക്ഷദ്വീപ് എന്ന പ്രചാരണത്തിന് പിന്നിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു പൃഥ്വിരാജ് എന്നും ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ദേശവിരുദ്ധത വ്യക്തമാണെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു. CAA പ്രതിഷേധത്തിലും അദ്ദേഹം ശബ്ദമുയർത്തി. CAA എതിർക്കുന്നവരോട് എഴുന്നേൽക്കാൻ ആഹ്വാനം ചെയ്തു. CAA പ്രതിഷേധത്തിനിടെ ജാമിയ മിലിയ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുകയും ചെയ്തു. കൂടാതെ ഡൽഹി പോലീസിനെ നേരിടുന്ന ആയിഷ റനയെ പിന്തുണച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ദ്രജിത്ത് സുകുമാരനും രംഗത്തെത്തിയിരുന്നതായി ലേഖനത്തിൽ പറയുന്നു. അതേസമയം മുനമ്പം കേസ് പോലുള്ള പ്രാദേശിക വിഷയങ്ങളിൽ വഖഫ് ബോർഡിന്റെ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് ക്രിസ്ത്യൻ കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാണെന്നും ലേഖനം ആരോപിക്കുന്നു. CAA-യെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു, പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. എമ്പുരാൻ സിനിമയിലെ പ്രധാന വില്ലനെ ബാബ ബജ്രംഗി എന്ന് വിളിക്കാൻ പൃഥ്വിരാജ് എന്തിനാണ് തീരുമാനിച്ചതെന്ന് ഉത്തരം നൽകണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. അത് ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന്റെ മറ്റൊരു പേരാണ്. സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് വെറും യാദൃശ്ചികമല്ല. ഇടതുപക്ഷക്കാരുടെയും ഇന്ത്യാവിരുദ്ധരുടെയും ദുഷ്ടലക്ഷ്യങ്ങൾ മുന്നോട്ടുവയ്ക്കുന്ന ഒരു പ്രചാരണ സിനിമ നിർമ്മിക്കുക എന്നതായിരുന്നു പൃഥ്വിരാജിന്റെ ലക്ഷ്യമെന്ന് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു. എമ്പുരാൻ സിനിമയിലെ ഒരു രംഗത്തിൽ കേന്ദ്രത്തിലെ ഹിന്ദു അനുകൂല പാർട്ടിയിലെ പ്രധാന വില്ലൻ കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരപ്രദേശം ലഹരിമരുന്നുകളും സൈക്കോട്രാപ്പിക് വസ്തുക്കളും കടത്താൻ ഉപയോഗിക്കാമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. നിലവിൽ ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട കേരളം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുമായി നോക്കുമ്പോൾ ഇത് സംശയാസ്പദമാണെന്നും ലേഖനം പറയുന്നു.